നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മോദിയുടെ ഗ്യാരണ്ടിയെ വെല്ലുവിളിച്ച് നീതി ഗ്യാരണ്ടിയുമായി കോൺഗ്രസ്. പ്രകടന പത്രികയുടെ കാതൽ 5 ഗ്യാരണ്ടികൾ, 5ഉം നീതി ഉറപ്പാക്കാൻ. രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ നൽകിയ ഉറപ്പുകൾ പ്രകടന പത്രികയിൽ ആവർത്തിക്കുന്നു. ജാതി സെൻസസ് നടപ്പാക്കും, സംവരണം ഉയർത്തും, കേന്ദ്ര സർക്കാർ ജോലികളിൽ പകുതി സ്ത്രീകൾക്ക് ഉറപ്പാക്കും, പാവപ്പെട്ട സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വർഷം തോറും 1 ലക്ഷം രൂപ, തെരഞ്ഞെടുപ്പ് ബോണ്ടിലും PM കെയർ ഫണ്ടിലും അന്വേഷണം നടത്തും. അങ്ങനെ അധികാരത്തിലെത്തിയാൽ കശ്മീരിന് സമ്പൂർണ്ണ സംസ്ഥാന പദവിയും 1 രാജ്യം 1 തെരഞ്ഞെടുപ്പ് നടപ്പാക്കില്ല തുടങ്ങിയ വാഗ്ദാനങ്ങളും നൽകുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രിക വോട്ടാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഇതിലെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ തന്നെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം ഈ 5 ഗ്യാരണ്ടികളായിരിക്കും ഉണ്ടാവുക. അത് ന്യായ് ഗ്യാരണ്ടി എന്നാണ് അറിയപ്പെടുക. അത് ഈ നീതി ഉറപ്പാക്കാനാണല്ലോ ഈ ഗ്യാരണ്ടികൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്കുള്ള ഗ്യാരണ്ടികൾ, കർഷകർക്കുള്ളത്, തൊഴിലാളികൾക്കുള്ളത്, യുവാക്കൾക്കുള്ളത്, അതുപോലെ തന്നെ തുല്യത ഉറപ്പുവരുത്തുവാനുള്ള ആ ഗ്യാരണ്ടിയും. അങ്ങനെ 5 ന്യായ് ഗ്യാരണ്ടി, ഇതിലാണല്ലോ പ്രകടന പത്രികയുടെ കാതൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തെങ്കിലും പുതുമ അവകാശപ്പെടാവുന്ന ഒന്നാണോ, അതോ വെറുതെ കുറേ വാഗ്ദാനങ്ങൾ എന്നേ ഉള്ളൂ കോൺഗ്രസ് പ്രകടന പത്രികയ്ക്ക്? ഇതിന് കാരണം മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരു വലിയ വെല്ലുവിളി കോൺഗ്രസിന് മുന്നിൽ ഉള്ള സമയത്താണല്ലോ ഈ പ്രകടന പത്രിക ഇറങ്ങുന്നത്. മഞ്ജുഷ്, ഗ്യാരണ്ടികളുടെ പെരുമഴക്കാലത്താണല്ലോ ഇപ്പോൾ സംവിധായകർ ജീവിക്കുന്നത്. ഇവിടെ മോദിയുടെ ഗ്യാരണ്ടി എന്നത് വളരെ ഉച്ചത്തിൽ പല ആവർത്തി കർണപുടങ്ങളിൽ വന്നടിക്കുന്ന ആ ഒരു കാലത്തെ അതിന് ബദലായി അതിനോട് മാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്യാരണ്ടികളുടെ ഒരു വലിയ സമാഹാരമാണ് ന്യായ് ഗ്യാരണ്ടി പദ്ധതി. ന്യായ് ഗ്യാരണ്ടി 5 തൂണുകളിലാക്കി, 5 വ്യത്യസ്ത പില്ലേഴ്സാക്കി, 5 ജനവിഭാഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരിലേക്കെല്ലാം നീതിയുടെ, സമത്വത്തിൻ്റെ ആ ഒരു സന്ദേശം എത്തത്തക്ക രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു പ്രത്യയശാസ്ത്രപരമായി നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ 1955 കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ ഐഡിയോളജി, 1885 മുതൽ കോൺഗ്രസ് പാർട്ടിയുണ്ട്. പക്ഷേ ആവടി സെഷനിൽ 1955 കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രത്യയശാസ്ത്രം കൊണ്ടുവന്നത്. അതാണല്ലോ ഡെമോക്രാറ്റിക് സോഷ്യലിസം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി ത്രൂ ഡെമോക്രാറ്റിക് മീൻസ്. ഇതിൽ നിന്നും വളരെയധികം കോൺഗ്രസ് പാർട്ടി വ്യതിചലിച്ചു. സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നും ഒരു 80കളുടെ അവസാനം 90കളിൽ വളരെ വലിയ തോതിൽ വ്യതിചലിക്കുകയും ഒരു ഉദാരവൽകൃത കമ്പോളവൽകൃത ക്രമത്തിൽ ഇന്ത്യയെ കൊണ്ടുവരുന്നതിന് നിർണായകത്വം വഹിച്ചത് BJP അല്ല, മറിച്ച് കോൺഗ്രസ് തന്നെയാണ്. നരസിംഹറാവുവിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ. ആ ഒരു കാര്യം ഇപ്പോൾ അതിനൊരു പുതുമയുണ്ട്. കാരണം കോൺഗ്രസ് കൊണ്ടുവന്നതിനേക്കാൾ വർദ്ധിത വീര്യത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആ റിഫോംസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ബെനിഫിറ്റാണ് ഒരു പരിധിവരെ ഈ ഇന്ത്യയുടെ വികസനം. വികസിത് ഭാരത് 2047 ഭാരതം വികസിത ഭാരതമാകും, വികസിത രാജ്യത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കും എന്ന് പറയുന്ന ആ ഒരു മോദിയുടെ ഉറപ്പാണ്. അതിന് വികസനത്തിന് മറ്റൊരു മുഖം നൽകുന്ന ഒരു പ്രകടന പത്രികയാണ് ഇന്ന് AICC ഓഫീസിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും മുൻ പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ P. ചിദംബരം അവതരിപ്പിച്ചത്. ഇതിൽ നോക്കൂ, ഒരു ത്രിതല പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ ക്ഷേമം, അതുപോലെ തൊഴിൽ, അതുമാത്രമല്ല വരുമാനം, ഈ 3 കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന, അതുപോലെ യുവാക്കൾ, വനിതകൾ, കർഷകർ, അടിസ്ഥാന വിഭാഗം, ഇങ്ങനെയുള്ളവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇവിടെ ഇതിനകത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു നയം, അത് എടുത്തു പറയാൻ പറ്റുന്നത് ഏത് എന്ന ചോദ്യത്തിന് താങ്കൾ ഏത് ഉത്തരം നൽകും? എന്താണ് ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസിന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മുന്നിൽ വയ്ക്കുവാനുള്ള ഒരു നയം അല്ലെങ്കിൽ ഒരു പദ്ധതി? ഇതിന് ഒരു അബ്സ്ട്രാക്ഷൻ ഇതിനകത്ത് കാണാം. മഞ്ജുഷ്, ആ നിരീക്ഷണം കറക്റ്റാണ്. ഒരു വലിയ തോതിലുള്ള ഒരു അമൂർത്തമായ ആശയങ്ങളെ
പരമാവധി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പക്ഷേ ഇത് വളരെ ദീർഘമായ ഒരു 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 പോളിസിയാണ്. കാരണം ഇതൊക്കെ വേണ്ടിയിരുന്ന ഒരു പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ അതിന് ബ്രെവിറ്റി എന്ന് പറയുന്ന ഒരു ക്യാച്ച് വേർഡ് ഉണ്ട്. അത് വളരെ ബ്രീഫ് ആയിരിക്കണം. ബുള്ളറ്റ് പോയിന്റിൽ മനുഷ്യന് മനസ്സിലാകുന്ന ന്യായമായ കാര്യങ്ങളാണെങ്കിൽ, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ നല്ലത്. പക്ഷേ ഇത് വളരെ ഇലാബറേറ്റായിട്ട് പോയിരിക്കുകയാണ്. ഇതിനകത്തെ അന്തസത്ത അവർ പറയുന്നത്, കോൺഗ്രസ് പാർട്ടിയുടെ ഭാഷ്യം ഇതാണ്: കഴിഞ്ഞ 10 വർഷം ഭരണഘടനാ സ്ഥാപനങ്ങളും സംവിധാനവും ആകപ്പാടെ ഈ നിശ്ചലമായിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ ആർജിച്ചിരിക്കുന്നു. അതിനെ പുട്ട് ഇറ്റ് ബാക്ക് ഓൺ ട്രാക്ക്, അതിനുവേണ്ടി സിസ്റ്റമിക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരും. അതുകൊണ്ടാണ് എണ്ണി പറഞ്ഞത് അഗ്നിവീർ പദ്ധതി ഞങ്ങൾ സ്ക്രാപ്പ് ചെയ്യും, അതുപോലെ BJP കൊണ്ടുവന്ന മറ്റ് പല പദ്ധതികളും വേണ്ട എന്ന് വെക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഡിമോണിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ GST-യിൽ പോലും ഒരു പുനർവിചിന്തനം പറയുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി വളരെ വലിയ ഒരു സാമ്പത്തിക ഒരു കാറ്റക്ലിസ്മത്തിന് ഉള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അവിടെയാണ് ഈ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം ഒരു റിഫോംസ് എന്നൊക്കെ പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്. അതാണല്ലോ ആധുനിക ലോകത്തിൻ്റെ പ്രത്യേകത. ഒരിക്കൽ നമ്മൾ റിഫോംസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പിന്നീട് പുറകോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വേറൊരു ഡയറക്ഷനിൽ, അത് പുറകോട്ടെന്ന് ഞാൻ പറയുന്നില്ല, മറ്റൊരു ഡയറക്ഷനിൽ. പക്ഷേ അതിന് കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഈ വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, നഗരവികസനം മാത്രമല്ല, പിന്നെ വരേണ്യവർഗത്തിൻ്റെ വികസനം മാത്രമല്ല, വ്യാവസായിക വികസനം മാത്രമല്ല, മറിച്ച് എല്ലാ വിഭാഗങ്ങളിലേക്കും വികസനം എത്തുന്ന രീതിയിലാണ് വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് ഈ വികസനത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അത് പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അതുമാത്രമല്ല മഞ്ജുഷ്, ഇവിടെ പ്രതീക്ഷിച്ചിരുന്ന 2 രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട്. തീർച്ചയായും ഉണ്ടാകും, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉറപ്പായും ഉണ്ടാകും എന്ന് പറയുന്ന 2 തീരുമാനം, 2 പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരിക്കുന്നു. ഒന്ന്, പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് 2 വാക്ക് പറയും. അത് കംപ്ലീറ്റ്ലി ഞങ്ങൾ സ്ക്രാപ്പ് ചെയ്യും അധികാരത്തിൽ വന്നാൽ എന്ന ഉറപ്പ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ അത് കംപ്ലീറ്റ്ലി തമസ്കരിച്ചിരിക്കുകയാണ്. 2, ജമ്മു ആൻഡ് കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കും എന്ന് പറയുമ്പോഴും ആർട്ടിക്കിൾ 370 അനുസരിച്ചുള്ള പ്രത്യേക പദവി ജമ്മു ആൻഡ് കാശ്മീരിന് ലഭിക്കും എന്ന് പറയുന്നില്ല, എടുത്തു പറയുന്നില്ല എന്നത് പ്രത്യേകമാണ്. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. വയനാടിൽ കോൺഗ്രസിൻ്റെ പതാകകളും മുസ്ലിം ലീഗിൻ്റെ പതാകകളും ഒഴിവാക്കി രാഹുൽ ഗാന്ധിയുടെ പടം മാത്രം വെച്ച് വേറിട്ട മാത്രം കാണിച്ചതുപോലെ ആരെയും ഒരു വിഭാഗത്തെയും പ്രൊവോക്ക് ചെയ്യണ്ട, ഈ ഒരു സുഖകരമായ ആലത്തിൽ ഇങ്ങനെ പോകാം, തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് പോൾ ദിനത്തിന് തൊട്ട് തലേന്ന്, അല്ലെങ്കിൽ ആ ഒരു റൺ അപ്പ് ടു ദ പോളിൽ വലിയ രീതിയിലുള്ള ഈ വൈകാരിക വിഷയങ്ങൾ എടുത്താൽ ഒരുപക്ഷെ വിപരീത ഫലം ചെയ്യാം. പക്ഷെ അതിനൊരു ഇതൊരു പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ? കാരണം അതിനകത്ത് തന്നെ ഈ റിവേഴ്സിംഗ് ദ ഡാമേജ് എന്നുള്ള കോളത്തിൽ പറയുന്നുണ്ട്. ഇൻ ദ ലാസ്റ്റ് 10 years ട്രമൻഡസ് ഡാമേജ് വാസ് ഡൺ ബൈ ദ BJP NDA ബൈ മിസ്യൂസിംഗ് ദ brute majority enjoyed by it in parliament to make laws that violated the letter and spirit of the constitution of India. ഇല്ല, അപ്പോൾ അതുകൊണ്ട് അതിൽ ഞങ്ങളൊരു പുനർവിചിന്തനം നടത്തുമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായിട്ട് ഏതൊക്കെ നിയമങ്ങളാണ് ഇങ്ങനെ മാറ്റുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ BJP-യുടെ ചില ശ്രമങ്ങൾക്ക് അത് തടയിടുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അത് നടപ്പിലാക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? പിന്നെ ഈ വോട്ടിംഗ് നടത്തുന്ന രീതിയിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ അത് മാറ്റുന്നതിന് വേണ്ടി ചില ഇടപെടലുകൾ നടത്തും. EVM-ൻ്റെ കാര്യത്തിൽ അങ്ങനെ ചില വാഗ്ദാനങ്ങൾ നടത്തുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭരണഘടനയുടെ കാര്യത്തിൽ തന്നെയാണ്. ഡിഫെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പ്രത്യേക ഖണ്ഡിക തന്നെ അതിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ശ്രീകുമാർ, എന്താണ് ഇതിൽ എടുത്തു പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരില്ല എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഇപ്പോൾ BJP. ഇപ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ BJP അങ്ങനെയാണ് ഉന്നയിക്കുന്നത്. ഇത് പൊള്ളയായ കുറേ വാഗ്ദാനങ്ങൾ മാത്രമേ ഈ പ്രകടന പത്രികയിൽ ഉള്ളൂ. BJP സർക്കാർ നടപ്പിലാക്കിയ കുറേ കാര്യങ്ങൾ ഞങ്ങൾ സ്ക്രാപ്പ് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലും സെലക്റ്റീവായിട്ട് ചെയ്യുന്നു. പിന്നെയുള്ള കാര്യം, ചില വാഗ്ദാനങ്ങൾ സാധാരണ ഈ ബജറ്റിലൊക്കെ പറയുന്ന പോലെയുള്ള കുറേ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അത്രേ ഉള്ളൂ എന്നുള്ള പരിഹാസം ഈ പ്രകടന പത്രികയ്ക്കെതിരെ ഉണ്ട്. മഞ്ജുഷേ, 2014 മോദി അധികാരത്തിൽ വന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് 2019 വന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ അജണ്ടയ്ക്ക് പിന്നാലെ കോൺഗ്രസ് പോയി. ചൗക്കിദാർ ചോർഹെ എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ. അതാണ് അന്ന് BJP ഉദ്ദേശിച്ചത്. കോൺഗ്രസ് നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങളിൽ രാജ്യം ഭരിച്ച
ഒരുപാട് AICCയുടെ സമ്മേളനങ്ങൾ നടത്തി പുരോഗമനപരമായ ചിന്താഗതി ആവിഷ്കരിച്ച് നടപ്പാക്കിയ പാർട്ടിയാണ്. അപ്പോൾ 2019 പറ്റിയ ആ ഒരു അബദ്ധം പിന്നെ പറ്റാൻ പാടില്ല ഈ തിരഞ്ഞെടുപ്പിൽ. അപ്പോഴെന്താണ്, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ കാര്യം പറയുക എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിരുന്നു. അത് കർണാടകത്തിലാണ് ആദ്യം നടപ്പാക്കിയത്. പിന്നീട് ഇത് തെലങ്കാനയിൽ നടപ്പാക്കി, അത് ഹിമാചലിൽ നടപ്പാക്കി. 3 വലിയ വിജയം കണ്ടു കോൺഗ്രസ്. മറ്റുള്ള സ്ഥലങ്ങളിൽ രാജസ്ഥാനിൽ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. കാരണം രാജസ്ഥാനിലെ അവിടുത്തെ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് അവിടെ നടപ്പാക്കിയത്. മധ്യപ്രദേശത്ത് കമൽനാഥിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത്. മറിച്ച് കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് BJPയെ ഒഴിവാക്കാൻ വേണ്ടി ലളിതമായ ഭാഷയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചില കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിച്ചത് കർണാടകത്തിലാണ്. 5 വാഗ്ദാനങ്ങളാണ് അവർ കൊടുത്തു. 5-ൽ 4 അവർ നടപ്പാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കുട്ടികളുടെ സ്കോളർഷിപ്പ് ഒഴിച്ച്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നേട്ടമുണ്ടായി. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്, കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം പ്രകടന പത്രികയാണ്. ഇനി ഇന്ത്യ മുന്നണിയുടെ ചില വാഗ്ദാനങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് വരും. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും കൂടെ സംയുക്തമായ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഇനി വരും, CMP. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാം കാണും. ഇവിടെ ഇന്നലെ CPM അവരുടെ പ്രകടന പത്രിക ഇറക്കി. CPM ദേശീയ തലത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കേരളം മാത്രം ഭരിക്കുന്ന CPM, മറ്റൊരു സംസ്ഥാനവും ഭരിക്കാത്ത CPM, കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇതുവരെ പങ്കാളിത്തം പറ്റാതിരുന്ന CPM ദേശീയതല വാഗ്ദാനങ്ങൾ ഉറപ്പുകളാണ് ഇന്നലെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത്. പക്ഷേ CPM നൽകുന്നത് പോലെയല്ല, കോൺഗ്രസ് നൽകുമ്പോൾ അതിന് കുറച്ചുകൂടി ആധികാരികത വരും. ദേശീയ തലത്തിൽ CPM 4 സംസ്ഥാനങ്ങളിൽ മാത്രം പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയാണ്, സംസ്ഥാന പദവിയുള്ള പാർട്ടിയാണ്. ഇവിടെ ശ്രീ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. അപ്പോൾ CAയുടെ കാര്യത്തിൽ ഈ പ്രകടന പത്രിക മൗനം പാലിക്കുകയാണ്. അല്ലല്ല, ഏക സിവിൽ കോഡ് വിഷയത്തിലും പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലും ജമ്മു കാശ്മീരിൻ്റെ വിഷയത്തിലും അയോധ്യയിലത്തെ ക്ഷേത്ര നിർമ്മാണ വിഷയത്തിലും ഒക്കെ കോൺഗ്രസ് ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അധികാരം കിട്ടിയാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ അത് പറയാമായിരുന്നല്ലോ, കോമൺ മിനിമം പ്രോഗ്രാമിൽ വരും. അല്ലല്ല, അത് കോമൺ മിനിമം പ്രോഗ്രാമിൽ കോൺഗ്രസിനെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും ചോദിക്കും. CAയുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് സർ. അല്ലല്ല, ഇത് നിങ്ങൾ നോക്കൂ, ഇന്നത്തെ പ്രകടന പത്രികയുടെ വിശദാംശങ്ങൾ 2 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കും. അതായത് ഇനി എന്താണ് കോൺഗ്രസ് ഭരണഘടനാപരമായ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് റാലികൾ സംഘടിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. പ്രകടന പത്രികയിൽ ഇനി ഒരു കൂട്ടിച്ചേർക്കലും പ്രതീക്ഷിക്കേണ്ടല്ലോ. ഇതാണല്ലോ പ്രകടന പത്രിക. കൂട്ടിച്ചേർക്കലല്ല മഞ്ജുഷേ. പ്രകടന പത്രികയെക്കുറിച്ച് കോൺഗ്രസ് ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയെക്കുറിച്ച് കോൺഗ്രസ് ഇനിയും വിശദീകരിക്കേണ്ടി വരും. കാരണം നിങ്ങൾ ഈ ചോദിച്ച സംശയങ്ങളൊക്കെ നാളെ ഉയർന്നു വരുമല്ലോ, രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തില്ലേ, അതിന് ഉത്തരം വരും. അത് പ്രതീക്ഷിക്കൂ, ആ ഉത്തരം നിങ്ങൾ പ്രതീക്ഷിക്കൂ. ഞാൻ പറയുന്നത് ഏക സിവിൽ കോഡാണെങ്കിലും പൗരത്വ ഭേദഗതിയാണെങ്കിലും ആർട്ടിക്കിൾ 370 ആണെങ്കിലും ഭരണഘടന സംരക്ഷിക്കപ്പെടും. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമാണ് രണ്ടാമത്തെ രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര. ആ ഭരണഘടനയിൽ കോൺഗ്രസ് കാലാകാലങ്ങളായി ഇന്ത്യയിൽ പറഞ്ഞ എന്താണോ ലംഘിക്കപ്പെട്ടത് അത് പുനഃസ്ഥാപിക്കപ്പെടും. അതാണ് ഭരണഘടന. അങ്ങനെ വെറുതെ ഭരണഘടന സംരക്ഷിക്കുമെന്നും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്നും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്നും ഭരണഘടന സംരക്ഷിക്കുമെന്നും പറഞ്ഞു പോകുന്ന പ്രത്യേക ഖണ്ഡികകൾ തന്നെയുണ്ട്. അവിടെയൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസിന്റെ പ്രകടന പത്രിക താങ്കൾ മുഴുവനായിട്ട് വായിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ പറയുന്ന ഇവിടെ ശ്രീ മോഹൻ വർഗീസാണ് അക്കാര്യം ആദ്യം ചൂണ്ടിക്കാണിച്ചത്. CAയുടെ കാര്യം ഈ പ്രകടന പത്രികയിൽ ഇല്ല എന്ന്. നിങ്ങളിപ്പോൾ വിമർശിക്കുന്നത് ഇത് വെറുതെ ഒരു കടലാസ് അടിച്ചിറക്കി എന്നുള്ള രീതിയിലാണ്. അധികാരത്തിൽ എത്താൻ ഒരു സാധ്യതയുമില്ല എന്നൊക്കെ പറഞ്ഞാണ് പരിഹസിക്കുന്നത്. അതുകൊണ്ട് അധികാരത്തിൽ എത്താൻ കഴിയാത്തവർക്ക് എന്തും അടിച്ചിറക്കാം എന്ന രീതിയിലുള്ള പരിഹാസം BJP ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ വെറുമൊരു കടലാസ് കഷ്ടമാണോ എന്ന് തോന്നുന്നില്ല കേട്ടോ. ശ്രീ മോഹൻ വർഗീസ് ഇവിടെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഗൃഹപാഠം ചെയ്ത് തന്നെ മാറ്റേണ്ടവ മാറ്റിയും തിരുത്തേണ്ടവ തിരുത്തിയും കൂട്ടിച്ചേർക്കേണ്ടവ കൂട്ടിച്ചേർത്തും തന്നെയാണ് ഇത്തരത്തിലൊരു പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം കൂടി ഉൾപ്പെടും അതിനകത്ത്.
തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം, ഇന്ത്യ സഖ്യവുമായിട്ട് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകേണ്ടത്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ പ്രകടന പത്രിക. മഞ്ജുഷേ, ഈ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്നൊഴിഞ്ഞു നിന്നിട്ട് ഇപ്പൊ 10 വർഷമേ ആയിട്ടു. അതിനു മുമ്പ് 1999 മുതൽ 2004 വരെയും അവർ അധികാരത്തിന്റെ ഭാഗമായിരുന്നില്ല. ഇങ്ങനെ അതിനു മുമ്പ് ജനതാ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന ഒരു 2 വർഷവും അവർ അധികാരത്തിന്റെ ഭാഗമായിരുന്നില്ല. അങ്ങനെ 10, 5, 15, 2, 17 വർഷം രാജ്യത്തിന്റെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി. ഇതിപ്പോ 76ാമത്തെ വർഷത്തിൽ ആകെ 17 വർഷമാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് 60 വർഷം ഈ രാജ്യം ഭരിച്ച കക്ഷിയാണ് അവർ. ഈ 60 വർഷം രാജ്യം ഭരിച്ച ഈ പ്രസ്ഥാനത്തിന് അവർക്ക് ലഭിച്ച ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ 60 വർഷം എന്ന് പറയുന്ന അത്ര ചെറുതൊന്നുമല്ല. ഈ 60 കൊല്ലം രാജ്യം ഭരിച്ച ആ പാർട്ടിക്ക് ഈ 60 കൊല്ലം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ആണ് അവർ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത്. അതായത് തൊഴിലില്ലായ്മ, പട്ടിണി, കുടുംബങ്ങളിലേക്ക് 1 ലക്ഷം രൂപ, പിന്നെ ജാതി സെൻസസ്, ഇതൊക്കെ ഇവർ അധികാരത്തിൽ ഇരുന്ന കാലത്ത് ഇവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു. അതുപോലെ EVM, ഇവർ ഈ UPA ഗവൺമെന്റ് 2 പ്രാവശ്യം അധികാരത്തിൽ വന്നത് EVM-ലൂടെ അല്ലേ? 2004-ലും 2001 മുതൽ ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളും പൂർണ്ണമായും EVM-ലാണ്. കോൺഗ്രസ് ജയിച്ചതും തോറ്റതും എല്ലാം EVM-ൽ കൂടെയാണ്. BJP ജയിച്ചതും തോറ്റതും എല്ലാം EVM-ൽ കൂടെയാണ്. കഴിഞ്ഞ 10-23 വർഷമാണ്. ആ EVM-ൽ ഇവർ തന്നെ വിജയിച്ചു വന്ന ആ ഒരു EVM-ൽ ഇപ്പൊ അവർക്ക് അസ്പൃശ്യതയാണ്, അത് കള്ളത്തരമാണ്. ഇതൊക്കെ നമുക്ക് ഒരു സാധാരണ മനുഷ്യൻ വെറും കോമൺ സെൻസ് വെച്ച് മനസ്സിലാകാവുന്ന കാര്യമല്ല. എന്റെ ഒരു ഓർമ്മയില് പൂർണ്ണമായും EVM-ൽ നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2001-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പായി. അന്ന് വൻ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് ഇവിടെ വിജയിച്ചത്. ആദ്യമായി നടന്ന EVM ബേസിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2004-ല്. അന്നും ജയിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിൽ UPA. 2009-ലും ജയിച്ചത് UPA. ഇവർ തോറ്റു തുടങ്ങിയപ്പോൾ EVM ഇവർക്ക് പ്രശ്നമായി. അല്ല, EVM വേണ്ടെന്ന് വെക്കുമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ശ്രീ ഷാബു പ്രസാദ്, EVM വേണ്ടെന്ന് വെക്കുവാൻ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറയുന്നത് വോട്ടിംഗ് വിൽ ബി ത്രൂ ദ EVM ബട്ട് ദ വോട്ടർ വിൽ ബി ഏബിൾ ടു ഹോൾഡ് ആൻഡ് ഡെപ്പോസിറ്റ് ദ മെഷീൻ ജനറേറ്റഡ് വോട്ടിംഗ് സ്ലിപ്പ് ഇൻ ടു ദ വോട്ടർ വെരിഫൈബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. അതായത് VVPAT ആണല്ലോ. ദ ഇലക്ട്രോണിക് വോട്ട് ടാലി മാച്ച്ഡ് അഗെയിൻസ്റ്റ് ദ VVPAT സ്ലിപ്പ് ടാലി. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ വെള്ളം വയ്ക്കില്ല, പക്ഷെ അതിൽ ഇപ്പോഴുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാലറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പറയുന്ന കേൾക്കൂ. ഇവർ അധികാരത്തിൽ ഇരുന്ന സമയത്ത് 2 വട്ടം ഇവർ ജയിച്ച സമയത്ത് ഇവിടെ VVPAT പോലും ഉണ്ടായിരുന്നില്ല. VVPAT എപ്പോഴാണ് വന്നത്? 3-4 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയാണ് VVPAT എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ വന്നത്. അതിനു മുമ്പ് VVPAT-ഉം ഇല്ലായിരുന്നു. 2004-ലും 2009-ലും VVPAT ഉണ്ടായിരുന്നു. VVPAT പോലും ഇല്ലായിരുന്നു. നിങ്ങൾ വോട്ട് കഴിഞ്ഞാൽ പി എന്നൊരു ശബ്ദം കേൾക്കും, വോട്ടായി. അതല്ലാതെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന വോട്ടർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു റെസിപ്റ്റ് കാണിക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നില്ല. അതാണ് ഇവരിപ്പോൾ ഈ പറയുന്നത്. ഇനി പോട്ടെ, കാരണം ഇതിന്റെയൊക്കെ ആ ഒരു കാപട്യവും പൊള്ളത്തരവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ആർക്കും മനസ്സിലാകും. ഈ 60 കൊല്ലം ഇവരെ കൊണ്ട് സാധിക്കാത്ത കാര്യം, ഇവർ ചെയ്യാത്ത കാര്യം, ഇവർക്ക് അവസരം ഉണ്ടായിട്ടും ചെയ്തിട്ടില്ലാത്ത കാര്യം ഇവർ ഇപ്പോഴും ഞങ്ങൾ അത് തന്നെ ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ അകത്ത് അർത്ഥശൂന്യത മനസ്സിലാക്കാൻ വലിയ ആനബുദ്ധിയൊന്നും വേണ്ട. ഒരു സാധാരണക്കാരന്റെ ഒരു കോമൺ സെൻസ് മാത്രം മതി. അത് മാത്രം മതി. ഇവർ കാണിച്ചു കൂട്ടുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ കണ്ടു മല്ലികാർജുൻ ഖാർഗെ. സത്യത്തിൽ ഇവർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് കേട്ടില്ല. എന്താ, ചൈന വന്ന് ഇവിടുത്തെ ഭൂമിയെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോയപ്പോ മോദി ഓപ്പിയം കറുപ്പടിച്ച് മയങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ എത്ര ഭയാനകമായിരിക്കും ആലോചിച്ചു. ഇവർക്ക് അതായത് തോൽവിയും കൺമുമ്പിൽ ഇരുട്ട് മാത്രമുള്ള തോൽവി കൺമുമ്പിൽ കാണുമ്പോൾ
സർവനാശം കൺമുമ്പിൽ ഇതിന്റെ വക്കത്ത് നിൽക്കുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന വിഭ്രാന്തിയും ഭ്രാന്തമായ ഒരവസ്ഥയും ആ അവസ്ഥയിലൂടെയാണ് ഇന്ന് കോൺഗ്രസ് എന്ന പാർട്ടിയും അതിലെ പ്രവർത്തകരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭയാനകമായ അവസ്ഥയാണ്. കാര്യം അവർക്കറിയാം തോൽക്കുമെന്നുള്ള കാര്യം 100. അതുകൊണ്ട് തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ഇന്നലെ CPM-ന്റെ കണ്ടില്ല, ഞങ്ങൾ PMLA ആക്ട് റദ്ദാക്കും, CAA റദ്ദാക്കും. ആകെ 35 സീറ്റിലാണ് അവർ ദേശീയ തലത്തിൽ മത്സരിക്കുന്നത്. അതിൽ കേരളത്തിലല്ലാതെ ബാക്കിയുള്ളടത്ത് കോൺഗ്രസ് കനിഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ വല്ല എല്ലും കഷ്ണം കിട്ടിയാലായി. അതാണ് അവരുടെ. ഇങ്ങനെ ഒരുതരം ലാഫിംഗ് സ്റ്റോക്കായി ഹാസ്യ മനുഷ്യന് ചിരിക്കാനുള്ള വകയായി മാറിയിരിക്കുകയാണ്. ശരിയാണ്. CPM-ന്റെ പ്രകടന പത്രികയിൽ ശരിയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ അങ്ങനെ പൂർണ്ണമായിട്ട് താങ്കൾ തള്ളി പറയരുത്. കാരണം അതിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ നെഗറ്റീവ് പോയിന്റ്സ് മാത്രമാണ് എന്നേ ഉള്ളൂ. പോസിറ്റീവ് പോയിന്റ്സ് ഒരുപാടുണ്ട്. അതാണല്ലോ ഈ 5 ന്യായ ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ താങ്കളാണ് ഇവിടെ ആ ചർച്ചയ്ക്ക് തുടക്കപ്പെട്ടത്. CAA പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന്. പക്ഷേ ഇതിൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേക പേജ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ, പിന്നെ അതുപോലെ തന്നെ ഫെഡറലിസം സംരക്ഷിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അതിൽ പറയുന്ന കാര്യം ഈ CAA എന്ന് പറയാതെ തന്നെ ഇല്ലേ, CAA എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ഈ 2ാം തരം പൗരന്മാരായിട്ട് ഇല്ല, അങ്ങനെ അവരെ കണക്കാക്കുകയില്ല. ആ രീതിയിലുള്ള പരാമർശങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഭയക്കുന്നു? ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകമായി നമ്മൾ നോട്ട് ചെയ്യണം. പക്ഷെ കാതലായ ചോദ്യം, എന്തുകൊണ്ട് സ്ട്രെയിറ്റായിട്ട് പറഞ്ഞുകൂടാ? ന്യൂനപക്ഷങ്ങൾ ഏറ്റവും അധികം ആശങ്കപ്പെടുന്നത് അവരുടെ പൗരത്വം നേരിടുന്ന വെല്ലുവിളിയാണ്. നമുക്കറിയാം, ഓപ്പണായി നോക്കിയാൽ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു പൗരനും സ്വന്തം പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമില്ല, ഇതുവരെയില്ല. ഈ വെളിയിൽ നിന്നും വരുന്ന അയൽ രാജ്യങ്ങളിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു വേർതിരിവ്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ്. അത് ആർട്ടിക്കിൾ 14 നൽകുന്ന തുല്യത, അതിൻ്റെ ലംഘനമാണ്. ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ, ഒറ്റ സെക്കൻഡ് എടുക്കും സാറേ. അതിൻ്റെ അകത്തൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ വന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് രാജ്യങ്ങളിലെ ഏകദേശം 31,000-ഓളം വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ CAA ബാധകമാവുക. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ CAA ഇത് തിരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ്. CAA എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് വിഷയമാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയാണ്. കാരണം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷൻ സാധ്യമാകുന്ന എന്തും, ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ വന്നാൽ BJP രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മറുവശത്തെ ഒരു ഏകീകരണം, ഈ ഏകീകരണങ്ങൾ, 2 വശത്തുമുള്ള ധ്രുവീകരണങ്ങളും ഏകീകരണങ്ങളും ഇത് ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ ന്യായ് ഗ്യാരണ്ടിയുടെ പ്രധാന ഘട്ടമായ ജാതി സെൻസസ് എന്നത്. ഇവിടെ മതത്തിൽ അധിഷ്ഠിതമായ എന്ത് ഡിബേറ്റിനും ഒരു ലിമിറ്റ് കൊണ്ടുവരികയും അതേസമയം ജാതി സംവരണത്തിൽ അധിഷ്ഠിതമായ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സോഷ്യോ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡിബേറ്റ്, അല്ലാതെ സോഷ്യോ പൊളിറ്റിക്കൽ ഡിബേറ്റ് അല്ല. ഇവിടെ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ഡിബേറ്റ് അല്ല, കമ്മ്യൂണൽ ഡിബേറ്റ് അല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് സോഷ്യോ ഇക്കണോമിക് ഡിബേറ്റാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിന് അനുരൂപമായ രീതിയിലുള്ള നയങ്ങളാണ്, അല്ലെങ്കിൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസാണ് ന്യായ പദ്ധതിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ജാതി സെൻസസ് നോക്കൂ. ഇത് നിതീഷ് കുമാറിൻ്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മനസ്സിൽ ഉദിച്ചതെന്ന് പറയാനാവില്ല. നിതീഷ് കുമാർ അത് വളരെ ഭംഗിയായി ഇത് കൊണ്ടുവരികയും ചെയ്തു. ആ പദ്ധതി വളരെ 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 ഏർണസ്റ്റായിട്ട് കൊണ്ടുവന്നു. വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകും. അന്നത്തെ ഇന്ത്യ മുന്നണിയുടെ കാരണവരായിരുന്നു നിതീഷ് കുമാർ എന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യ പ്രഖ്യാപനത്തിൽ ജാതി സെൻസസിന്റെ കാര്യം മാത്രമല്ലേ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ജാതി സെൻസസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. CAA-യുടെ കാര്യം വേണ്ടിയിട്ടില്ല. കശ്മീരിന്റെ കാര്യത്തിലും 370-യുടെ കാര്യത്തിലും ഒന്നും പറഞ്ഞിട്ടില്ല. ജാതി സെൻസസിന്റെ കാര്യത്തിൽ സ്ട്രെയിറ്റ് എന്ന് മാത്രമല്ല, എംഫാക്റ്റ് ആണ്. ഞങ്ങൾ ഭരണഘടനാ ഭേദഗതി നടത്തി 50% സംവരണത്തിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും മുകളിൽ സംവരണത്തിലേക്ക് എത്തിക്കും. നിലവിലുള്ള നിയമങ്ങൾ, നിലവിലുള്ള ഭരണഘടനാ പ്രൊവിഷൻസ് അപര്യാപ്തമാണെങ്കിൽ അതിന് ഭേദഗതിയിലൂടെ തന്നെ
കൂടുതൽ പേരെ സംവരണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും എന്നതും 50% സംവരണം സ്ത്രീകൾക്ക് പല കാര്യങ്ങളിലും ഉറപ്പ് നൽകുന്നതുമായ ഒരു കാര്യം വരുമ്പോൾ അതിന് ഭരണഘടനാ ഭേദഗതി വേണ്ടി വരും. അത് വ്യക്തമായ ഉറപ്പാണ്. അത്രയും വലിയ വ്യക്തമായ ഒരു ഉറപ്പ് പാർട്ടി നൽകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയവും കാണാതെ പോകരുത്. കാരണം ഈ വർഗീയത അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ ഒരു അജണ്ടയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് ജാതി ഒരു ഫാക്ടറായിട്ട് വരികയും അതൊരു തിരിച്ചറിവാണ്. CAA അതിനൊരു മാർഗമല്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ CAA പറയുന്നത് ഭൂരിപക്ഷ കൺസോളിഡേഷന് കാരണമാകും. അതേസമയം ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ തന്നെ അവാന്തര വിഭാഗങ്ങളായ ജാതികൾ, ഈ ജാതികളുടെ ഇൻട്രസ്റ്റ് പരസ്പരം കോൺഫ്ലിക്റ്റിംഗ് ആണ്. ആ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റിനെ പൊതുസമക്ഷത്തിൽ വരുമ്പോൾ ആ വർഗീയത എന്ന് പറയുന്ന ആ ഒരു സ്വാഭാവിക കൺസോളിഡേഷൻ ഉണ്ടാവില്ല. വർഗീയമായി കൺസോളിഡേറ്റ് ചെയ്യിപ്പില്ല. അതത് കമ്മ്യൂണിറ്റികളായി ജാതികളും ഉപജാതികളുമായി വ്യത്യസ്തമായി ചിതറിപ്പോകുന്നൊരു കാഴ്ച ഉണ്ടാകും. ആ ചിതറിൽ നിന്ന് മാത്രമേ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റൂ എന്ന കോൺഗ്രസിന്റെ തിരിച്ചറിവാണ് ഒരു പക്ഷേ ജാതി സെൻസസിന് ഊന്നൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെയില്ല. ഈ CAA വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ സ്വാഭാവികമായിട്ടും LDFന് ഈ പ്രകടന പത്രിക ആയുധമാക്കാൻ പറ്റുമല്ലോ. കാരണം ഈ CAA വിഷയത്തിൽ അതിനോടുള്ള എതിർപ്പിൽ ആരാണ് ചാമ്പ്യൻ എന്ന രീതിയിൽ മത്സരം നടക്കുകയാണ്. അപ്പോൾ എവിടെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA സ്ക്രാപ്പ് ചെയ്യും എന്നുള്ള കാര്യം എന്ന് ചോദിക്കാമല്ലോ. മഞ്ജുഷ്, യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയമാണ്, പക്കാ രാഷ്ട്രീയമാണ്. LDFന്റെ കേരളത്തിലെ യഥാർത്ഥ എതിരാളി ആരാണ്? അത് BJP അല്ല, കോൺഗ്രസ് ആണ്. സ്വാഭാവികമായി എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ എതിരാളി LDF തന്നെയാണ്, UDFൻ്റെ എതിരാളി LDF ആണ്. ഇപ്പോഴും BJP ഒരു ത്രഷോൾഡിൽ നിൽക്കുകയാണ്. 2-3 മണ്ഡലങ്ങളിൽ ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷത്തിൽ എത്തി നിൽക്കുകയാണ്. അത് BJP ആണ് ഏറ്റവും അധികം വളരുന്ന, കേരളത്തിനുള്ളിൽ ഏറ്റവും അധികം വളരുന്ന പാർട്ടി BJP തന്നെയാണ്. 2 വിഭാഗത്തിലും ഇടിവുണ്ടായിട്ടുണ്ട്. അതിൽ LDFന് ചില മണ്ഡലങ്ങൾ വലിയ ഒരു ഇടിവ് സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് LDFന് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു വോട്ട് ബേസിനെ പിടിച്ചു നിർത്താൻ, പ്രത്യേകിച്ചും മലബാർ മേഖലയിലെ മുസ്ലിം വോട്ട് ബേസിനെ പിടിച്ചു നിർത്താൻ ഒരുപക്ഷെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുക എന്ന ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ആ വഴി ഈ തുറന്നു കൊടുക്കാനായി ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഒട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഒരു അക്ഷരം പറയുന്നില്ല. എന്തായാലും പ്രകടന പത്രികയിൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ചൊരു കാര്യം ആരും പ്രതീക്ഷിച്ചില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ അതുപോലും ഇവിടെ ചർച്ചാ വിഷയമാകുന്ന കാലമാണ്. ഫോറിൻ പോളിസിയിൽ പറഞ്ഞിട്ടില്ല അല്ലേ? ഫോറിൻ പോളിസി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു പ്രകടന പത്രികയിൽ ഇന്ത്യയുടെ നയം, വിദേശ നയത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകാവുന്നതാണ്. പക്ഷേ അത് 12 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫോറിൻ പോളിസിയിൽ, പക്ഷേ പലസ്തീൻ ഇല്ല. പക്ഷേ പലസ്തീൻ എന്നത് വരുന്നില്ല. അത് വളരെ വൈകാരിക വിഷയമല്ലേ? പലസ്തീൻ എന്ന് പറയുന്നത് വൈകാരിക വിഷയമാണ്. അവിടെ കേരളത്തിൽ പലസ്തീൻ വിഷയം കത്തുന്നത് ആകെപ്പാടെ കേരളത്തിൽ മാത്രമാണ് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയിൽ എന്താണ് ഹമാസിന് അനുകൂലമാണെന്ന് പറയാനാവില്ല എങ്കിലും ഗാസയിൽ അനുഭവിക്കുന്ന ഈ സാധാരണക്കാർ അനുഭവിക്കുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ അനുഭവിക്കുന്ന വലിയ കൊടിയ ദുരിതത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആത്മാർത്ഥമായ ഒരു ആഗ്രഹമുണ്ട്. അതിന് ഏറ്റവും ഉച്ചത്തിൽ അത് പ്രകടിപ്പിക്കുന്നത് CPM ആണ്, കോൺഗ്രസ് അല്ല. അത് മാത്രമല്ല ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെയുള്ള ചില പരാമർശങ്ങൾ, അത് കരുതിക്കൂട്ടി അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള പരാമർശങ്ങൾ പരമാവധി മുതലാക്കിയതും CPM തന്നെയാണ്. ആ ഒരു നറേറ്റീവ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അതിനെ ഇതുമായി ചേർത്തുകൊണ്ട് എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കട്ടയ്ക്ക് നിന്നില്ല കോൺഗ്രസ് എന്ന ചോദ്യം കേരളത്തിനുള്ളിലെങ്കിലും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല മഞ്ജുഷ്. ശരി, ശ്രീകുമാർ, ഇതിനുള്ള മറുപടി. ഈ ചോദ്യം സ്വാഭാവികമായിട്ടും ഇവിടെ കേരളത്തിൽ ഉന്നയിക്കും LDF സ്വാഭാവികമായിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ. ശരിയാണ്, അത് വടക്കേ ഇന്ത്യൻ പൊളിറ്റിക്സിൽ വേറെ രീതിയിലാണ് റിഫ്ലക്ട് ചെയ്യുക. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാവും മറുപടി നൽകുന്നതിന്. അത് താങ്കൾ നേരത്തെ പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ചുള്ള മറുപടികൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ നൽകുമെന്ന്. ശരിയാണ്, നാളെ മുതൽ അതിനായിട്ടുള്ള റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെയാണ് മെഗാ റാലി നടത്താൻ പോകുന്നത്, പ്രകടന പത്രിക ജനങ്ങളിലേക്ക് എത്തിക്കാൻ. തുടർന്ന് ഇത് ഓരോ സ്ഥലങ്ങളിലും ഓരോ സംസ്ഥാനത്തും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടക്കുമല്ലോ. അപ്പോൾ കേരളത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകും? മഞ്ജുഷേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് 10-30 വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ വിവാദമാക്കാനുള്ള തത്രപ്പാട് കാണിക്കുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ ചിരിയാ വരുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ വോട്ടർമാർ പലസ്തീൻ വിഷയത്തെക്കുറിച്ച് പറഞ്ഞോ, പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞോ എന്നൊക്കെ അന്വേഷിക്കുവാണോ, അതോ എനിക്ക് തൊഴിൽ കിട്ടുമോ, എനിക്ക് അന്നം കിട്ടുമോ, എൻ്റെ വീട്ടിലെ വീട്ടമ്മയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യുന്നതാണ് കോൺഗ്രസ് ആലോചിച്ചതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ.
നമുക്കിവിടെ വിവാദമാക്കാൻ ഒരുപാട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാണാത്ത കുറേ വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഒരു ഗവൺമെൻറ്, ഒരു മുന്നണിക്കൊരു പൊതു മിനിമം പരിപാടിയുണ്ട്. ആ പൊതു മിനിമം പരിപാടിയിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെടും. പ്രകടന പത്രികയിൽ 5 കാര്യങ്ങളാണ് കോൺഗ്രസ് ഉണ്ടെന്നത്. ഒന്ന് വനിത, തൊഴിൽ, യുവാക്കള്, കൃഷിക്കാര്, അതുപോലെ ആരോഗ്യം. ഇത്രയും കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് അവർ ഉറപ്പ് കൊടുക്കുകയാണ്. പൗരത്വ ഭേദഗതിയാണെങ്കിലും അതുപോലെയുള്ള ഭരണഘടനാ വിഷയങ്ങളാണെങ്കിലും ഈ 5 പെടുന്ന തുല്യത എന്നൊരെണ്ണമുണ്ട്. എന്താണ് ഹിന്ദി വാക്യം മറന്നുപോയി, ഹിസാദ എന്തോ തോന്നുന്നു. തുല്യത എന്നൊരു സംഗതിയുണ്ട്. ഈ തുല്യതയിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ. അത് ആദ്യം മനസ്സിലാക്കൂ. ആ തുല്യത എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? വേറെ തുല്യത നമുക്ക് വേറെ എന്തിലാണ് തുല്യത ഉള്ളത്? ദാരിദ്ര്യത്തിലാണോ തുല്യത? സമ്പത്തിലാണോ തുല്യത? എല്ലാ കാര്യത്തിലും തുല്യതയില്ലേ? ആ തുല്യതയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വരും. പിന്നെ കോൺഗ്രസിന്റെ വിദേശ കാര്യം, തുല്യതയിൽ തന്നെ തുല്യതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോഷ്യൽ ജസ്റ്റിസ്, അതായത് സാമൂഹ്യ നീതി, അതുപോലെ തന്നെ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഇല്ലേ, അത് നേരത്തെ ഇവിടെ ചർച്ച ചെയ്തല്ലോ, ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ളത്. പിന്നെ സീനിയർ സിറ്റിസൺസ്, പിന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, പിന്നെ LGBTQIA ഹെൽത്ത്. ഇതാണ് സോഷ്യൽ ജസ്റ്റിസ് അല്ല ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്നുള്ള ഖണ്ഡികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരേണ്ടത് എന്താണ്? കോൺഗ്രസിന് ആർജവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ CAA ആയിരുന്നു. അത് വന്നിട്ടില്ല എന്നുള്ളത് അത് സ്വാഭാവികമായ ചോദ്യമാണ്. നിങ്ങൾ നേരിടാൻ പോകുന്ന ആരോപണമാണ് സാർ ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഈ ആരോപണമൊക്കെ കോൺഗ്രസിന്, ഞാൻ പറഞ്ഞല്ലോ 2019 പറ്റിയ അബദ്ധം. ഇതിപ്പോൾ എൻ്റെ സുഹൃത്ത് ഷാബു പ്രസാദിന്റെ വായിൽ നിന്ന് വന്നത് തന്നെയല്ല ഇത്. കുറച്ച് മുമ്പേ BJP പരിഹസിച്ചു. എന്താ BJPക്ക് എന്താ അത്ര, എന്തിനാണ് ഈ ഭയക്കുന്നത്? കോൺഗ്രസ് ഒരു പ്രേരണ പത്രിക കൊണ്ടുവരുമ്പോൾ ഭയക്കുന്നു, കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു. അപ്പം ഈ 400 സീറ്റ് ഈസി ആയിട്ട് കിട്ടുന്നവരെന്തിനാ ഇതിനൊക്കെ ഭയക്കുന്നത്? എന്തിനാ? ഞാൻ പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ തുല്യത, ഭരണഘടനയിലെ തുല്യതയുമായി ബന്ധപ്പെട്ടാണ് പൗരത്വ ഭേദഗതി നിയമം നമ്മൾ സംസാരിച്ചത്. ഇവരിവിടെ വിശ്വസിച്ചത് എന്താണ്? BJP എന്താ വിശ്വസിച്ചത്? അവർ കൊണ്ടുവന്ന അജണ്ടയിൽ കോൺഗ്രസ് കൊത്തും. അതിനി ഇല്ല, ആ പരിപാടിക്കില്ല കോൺഗ്രസ്. അതായത് ജനകീയ വിഷയങ്ങളും വിവാദ വിഷയങ്ങളും. ജനകീയ വിഷയങ്ങൾക്ക് പിന്നാലെ പോകണോ, വിവാദ വിഷയങ്ങളിൽ കയറി പിടിക്കണോ? വിവാദ വിഷയങ്ങളിൽ കയറി പിടിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യ മുന്നണിയായിട്ട് വരുമ്പോൾ ഇന്ത്യ മുന്നണി ഒരു പ്രകടന പത്രിക ഇറക്കും, ഒരു പൊതു മിനിമം പരിപാടി ഇറക്കും. അത് ഏത് UPA ഉണ്ടായിരുന്നു, CMP ഉണ്ടായിരുന്നു, UPA, LDFന് CMP ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. BJPക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത് NDAക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും UPA ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടതായിരുന്നു ഭക്ഷ്യസുരക്ഷയും മറ്റേ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ നമ്മുടെ വിവരാവകാശ നിയമവും. അത് 3 നടപ്പാക്കിയല്ലോ. ഭരണഘടനയിലെ തുല്യത എന്ന ആ നിയമത്തിൽ പൗരത്വ ഭേദഗതി വരുന്നു എന്ന് വരുമ്പോൾ ഭരണഘടന സംരക്ഷിക്കുക എന്ന് വെച്ചാൽ ഇതിലെല്ലാം പെടും. അപ്പം നമ്മളിതിൽ കാണേണ്ടത് എന്താണ്? കോൺഗ്രസ് പറഞ്ഞ 5 പദ്ധതികളിൽ, ആ 5 പദ്ധതികൾ ആരോഗ്യകാര്യം. ഈ ആരോഗ്യകാര്യത്തിൽ ഇന്ത്യയിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. തൊഴിലല്ലേ പ്രധാനം. സ്റ്റാർട്ടപ്പുകൾ, നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ കൂടി നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണല്ലോ കൂടുതൽ വായിച്ചത്. തൊഴിലില്ലായ്മ പെരുകുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ അവിടെ കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു. അതുപോലെ ദരിദ്ര വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കുള്ള സഹായങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സഹായം കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളാണോ ജനങ്ങൾ നോക്കുക? അതോ അല്ല പലസ്തീൻ വിഷയം പറഞ്ഞില്ലേ, അല്ല പൗരാവകാശ നിയമം പറഞ്ഞില്ലേ, അല്ല ഏക സിവിൽ കോഡ് പറഞ്ഞില്ലേ എന്നല്ല അന്വേഷിക്കുക. അവരന്വേഷിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊക്കെ വിശ്വാസമാണ്. എങ്ങനെ വിശ്വാസമാണ്? അത് കർണാടക തെളിയിച്ചു, അത് തെലങ്കാന തെളിയിച്ചു. ഇങ്ങനെ കർണാടകയും തെലങ്കാനയും തെളിയിച്ച കാര്യങ്ങൾ പറയുമ്പോൾ BJPക്ക് വെപ്രാളമാണ്. എന്താണ്? കർണാടകത്തിൽ നരേന്ദ്രമോദി വന്ന് റോഡ് ഷോ തോറ്റുപോയി. തെലങ്കാനയിൽ റോഡ് ഷോ തോറ്റുപോയി. കാരണം എന്താണ്? കോൺഗ്രസിന്റെ പ്രകടന പത്രിക. എന്താണ് ആ പ്രകടന പത്രികയിൽ പറഞ്ഞത്? 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ കർണാടകത്തിൽ നടപ്പാക്കി. ഇത് ദേശീയ തലത്തിൽ ഈ പഞ്ചനയങ്ങൾ ഇപ്പോൾ പറഞ്ഞതല്ല, അത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പറഞ്ഞതാണ്. കാരണം എന്താണ്? ഇന്ത്യയിലെ തൊഴിലാളികൾ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരാണെങ്കിലും താൽക്കാലിക ജീവനക്കാരാണെങ്കിലും യുവാക്കളാണെങ്കിലും സംരംഭകരാണെങ്കിലും ഇവർക്കൊന്നും ഈ ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് കാര്യമായ ഗുണമുണ്ടായിട്ടില്ല. അവർ നേട്ടമായിട്ട് പറയുന്നത് എന്താണെന്ന് ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി? പെട്ടെന്ന് പറയാനില്ല. ഈ പറയുന്ന ഈ 5 ന്യായ് പദ്ധതികൾ അത് തമസ്കരിക്കുകയാണെന്നുള്ള അഭിപ്രായമാണ് ശ്രീ എൻ ശ്രീകുമാറിനുള്ളത്. അതായത് ഈ തുല്യത എന്ന കാര്യത്തിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന
ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവാക്കൾക്ക് വേണ്ടി തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, പഠനം കഴിഞ്ഞാൽ ഉടനെ ജോലി ഉറപ്പാക്കുന്ന അല്ലേ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ അല്ലേ സ്റ്റൈഫൻഡോട് കൂടിയ ഉറപ്പാക്കുന്നു. സ്ത്രീകൾക്ക് അതാണല്ലോ 50% സംവരണം കേന്ദ്ര സർക്കാർ ജോലികളിൽ ഉറപ്പാക്കുകയാണ് ഈ പ്രകടന പത്രിക പ്രകാരം. പിന്നെയുള്ളത് 1 ലക്ഷം രൂപ അല്ലേ, 1 ലക്ഷം രൂപ ഒരു വീട്ടിലെ ഒരു വനിതയുടെ അല്ലേ ജോലി ഇല്ലെങ്കിൽ ഒരു വനിതയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. 1 ലക്ഷം രൂപയാണ് കിട്ടാൻ പോകുന്നത്. അതായത് 1 ലക്ഷം രൂപയെങ്കിലും ഉറപ്പാക്കും എന്നുള്ളതാണ്. പിന്നെ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള, അതായത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കാത്ത പദ്ധതികൾ അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ളവ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാതെ നേരെ പോയി ഈ മറ്റു വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന് താല്പര്യമില്ല. അത് മാത്രമല്ല, അതല്ല കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്, ഇതിലാണ് ഊന്നൽ നൽകുന്നത്. അതായത് BJPയുടെ തന്ത്രത്തിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് CAA പോലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തുന്നു. മഞ്ജുഷ, ഞാൻ ഇപ്പോഴും എന്റെ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞ അതേ ഒരു കാര്യം തന്നെയാണ്. 60 കൊല്ലം ഈ രാജ്യം ഭരിച്ചിട്ട് ഇതൊന്നും നടപ്പാക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് വീണ്ടും അതേ വാഗ്ദാനങ്ങൾ ഈ ജനങ്ങളുടെ മുമ്പിൽ നിരത്തുന്നത്. അതിന് എന്ത് വിശ്വാസ്യത ലഭിക്കുമെന്നാണ് പറയുന്നത്. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ, ഇവർ പറയുന്നു തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ യുവാക്കളുടെ പ്രശ്നം, കർഷകരുടെ പ്രശ്നം, ഇതെല്ലാം 60 കൊല്ലം ഭരിച്ച ഒരു പ്രസ്ഥാനത്തിനാണോ അതിന് കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത്, അതോ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച ഒരു പ്രസ്ഥാനത്തിനാണോ അതിന്റെ? 60 കൊല്ലം കൊണ്ട് ഒരു രാജ്യത്തിനെ ഏതെല്ലാം തലത്തിൽ എത്തിക്കാമോ, എങ്ങനെയെല്ലാം. 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്ന് ചാരമായി പോയ രാജ്യമാണ് ജപ്പാൻ. ഒരു നാച്ചുറൽ റിസോഴ്സസും ഇല്ലാത്ത ആ ജപ്പാൻ എങ്ങനെയാണ് ഈ ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ? ആ 50കളിലും 60കളിലും ഒക്കെ ചൈനയെക്കാളിലൊക്കെ എത്രയോ മുന്നിലായിരുന്നു ഭാരതത്തിന്റെ അവസ്ഥ. എന്നാൽ ഇപ്പോഴെന്താണ് അവസ്ഥ? ഇതൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഇത് മനുഷ്യരും വിലയിരുത്തും. ഈ ഗരീബി ഹഠാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വെറും മുദ്രാവാക്യങ്ങളിലും വാചകമടിയിലും ഒക്കെ ജനങ്ങൾ വീടിരുന്ന കാലം കഴിഞ്ഞു. ശ്രീകുമാർ സാർ, അതൊക്കെ നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് 60കളിലെയും 70കളിലെയും രാഷ്ട്രീയത്തിലാണ്. നമ്മൾ നിൽക്കുന്നത് 2024ലാണ്, 21ാം നൂറ്റാണ്ടിലാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് ഇവർ ഇന്ന് ഈ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കോൺഗ്രസ് സ്ഥിരമറക്കുന്ന നമ്പർ, അത് ശ്രീകുമാർ സാർ ഇവിടെ ഇറക്കി. നരേന്ദ്രമോദിക്കും BJPക്കും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും ഭയങ്കര പേടിയാണ്. അല്ല, അത് പറയുന്നത് കൊണ്ട് അവർക്കൊരു വല്ല ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല, അതായിക്കോട്ടെ. കാര്യം ഈ രാജ്യത്തെ ജനങ്ങൾ ഒരു പ്രതിപക്ഷത്തിന്റെ സ്ഥാനം പോലും കൊടുക്കാതെ ചവച്ചു തുപ്പിയ ഒരു കക്ഷിയാണ് കോൺഗ്രസ്. അതായത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കും, 10 വർഷം തുടർച്ചയായി രാജ്യം ഭരിച്ചിട്ട് 2014 ഇലക്ഷൻ വന്നപ്പോൾ ഔദ്യോഗിക പ്രതിപക്ഷം പോലും ആകാൻ കഴിയാതെ അത് വീണ്ടും 5 വർഷം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത ആ ദയനീയാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ ഈ നരേന്ദ്രമോദിയെ പോലെയുള്ള അല്ലെങ്കിൽ BJP ഭയക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ശരി, നിങ്ങൾക്ക് അത് പറയുമ്പോഴുള്ള ആ ഒരു ആത്മസുഖം ഞാനതിനെ അംഗീകരിക്കും. ഇതല്ലാതെ ഞാൻ ഇപ്പോഴും ഇത് വളരെ ലളിതമായൊരു ചോദ്യമാണിത്. എങ്ങനെ ഇവരെ വിശ്വസിക്കും? ഇവരുടെ വിശ്വാസ്യത ഇവർ തെളിയിച്ച്, അതായത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അത് അവരുടെ അവസരം കഴിഞ്ഞു. ശരി, ശ്രീകുമാർ, ഗരീബി ഹഠാവോ ഒക്കെ ഒരുപാട് വർഷങ്ങൾ കേട്ടതല്ലേ? പക്ഷെ അതൊന്നും നടപ്പിലാക്കാതെ അതേ കാര്യങ്ങൾ തന്നെ താങ്കൾ പറഞ്ഞു അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന 5 ന്യായ് പദ്ധതികളെ കുറിച്ച് മിണ്ടാതെ മറ്റ് വിവാദ വിഷയങ്ങളിലേക്ക് പോകുന്നുവെന്ന്. പക്ഷെ ആ ഗ്യാരണ്ടികൾ പറയാം. പക്ഷേ ഈ ഗ്യാരണ്ടിയൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടിയതല്ലേ? അതേ കാര്യങ്ങൾ തന്നെയല്ലേ ആവർത്തിക്കുന്നത്? പിന്നെ ഈ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ഈ തുകകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് 10,000 രൂപ എന്ന് പറഞ്ഞെടുത്ത് 1 ലക്ഷം രൂപയായിട്ടുണ്ട്. അതല്ലാതെ ഇതിൽ എന്ത് മാറ്റമാണ് കാണുന്നത് ഈ സാമൂഹ്യക്ഷേമ പദ്ധതികൾ വെച്ച് നോക്കുമ്പോൾ? അതാണല്ലോ ഈ 5 കാര്യങ്ങളിലും വരുന്നത്. അല്ല മഞ്ജുഷേ, ഞാൻ ചോദിക്കുന്നതല്ല, നമ്മുടെ BJP ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. 2 ഗ്യാരണ്ടി നമുക്ക് പെട്ടെന്ന് പറയാം. നമുക്ക് ഫ്ലാഗ്ഷിപ്പ് പദ്ധതി നമ്മുടെ ഇല്ല, പക്ഷേ 2 ഗ്യാരണ്ടി ലംഘനം നമുക്ക് പറയാം. ഒന്ന് പെട്രോളും, ഒന്ന് ഗ്യാസും. ഈ 2 കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ. പെട്രോളിൻ്റെ വില എത്രയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുമ്പോൾ? നമുക്ക് തന്ന വാഗ്ദാനം എത്രയാണ്?
നിങ്ങളുടെയൊക്കെ ബാഗിൽ എത്ര 15 ലക്ഷം രൂപ വരുന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. ഞാൻ ആ രൂപ മറന്നു എത്രയാണെന്നുള്ളത്. അത് ഷാബു പ്രസാദിന് കൃത്യമായിട്ട് അറിയാം എത്ര രൂപ ബാങ്കിലേക്ക് വന്നു എന്നുള്ളത്. എവിടെയത്? ഞാൻ പറഞ്ഞ എന്ത് നമ്മളുടെ മനസ്സിൽ, മഞ്ജുഷിന്റെ മനസ്സിൽ എന്താ വരുന്നത്? നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു മുഖ്യ പദ്ധതി നിങ്ങളൊന്ന് പറയൂ. ചന്ദ്രയാനിൽ പോയത് എന്തായാലും 2014 ശേഷമുള്ള കാര്യങ്ങൾ കൊണ്ടല്ലല്ലോ. ഞാൻ പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കുന്ന നേട്ടവും രാജ്യത്തെ ജനങ്ങൾ മിടുക്കന്മാരുണ്ടാക്കുന്ന നേട്ടവും 10 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയരുതേ. ഗരീബി ഹഠാവോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വന്നത്, UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്, രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നത്. ഇന്ദിരാഗാന്ധി തോറ്റ് ജനതാ പാർട്ടിയുടെ ഭരണകാലത്ത് ഇന്ദിരാഗാന്ധിയെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ മാനസികമായിട്ട്. എന്ത് സംഭവിച്ചു? ഗരീബി ഹഠാവോ തന്നെയാണ്, അവരുടെ ബെച്ചി യാത്ര തന്നെയാണ്. എന്താ സംശയമുള്ള കാര്യത്തിൽ? ഞാൻ പറഞ്ഞ കോൺഗ്രസ് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ ഈ ന്യായ പദ്ധതിയെക്കുറിച്ച് എന്താ BJP എന്താ പറയാത്തത്? ഇവിടെ നിസ്സാര കാര്യമല്ലല്ലോ ആരോഗ്യ പദ്ധതി. അതിലൊരു നമുക്ക് പെട്ടെന്ന് പറയാം, അതായത് 25 ലക്ഷം രൂപയുടെ പണം രഹിത ഇൻഷുറൻസ്, സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ. ഇതല്ലേ ജനത്തിനാവശ്യം? അതുപോലെ ദരിദ്ര കുടുംബങ്ങളിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ. ഇതല്ലേ ജനത്തിനാവശ്യം? ഇതാണ് പ്രകടന പത്രിക, ഇതാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഭരണഘടനാപരമായ ചില അനിഷ്ടങ്ങളും ചില തുല്യതാ വിരുദ്ധതയുമൊക്കെ അത് ഭരണത്തിലേറിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ആവശ്യം എന്താണ്? പെട്രോള്, ഗ്യാസ്, ഡീസല്, അരി, മണ്ണെണ്ണ, പണം, ശമ്പളം, ഇതൊക്കെയാണ് വേണ്ടത്. കേരളത്തിൽ LDF അനുഭവിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പുതിയ കേന്ദ്ര സർക്കാർ ജോലികൾക്ക് വനിതകൾക്ക് 50% സംവരണം നിസ്സാര കാര്യമാണോ? ഈ കോൺഗ്രസ് ഓരോ കാലത്ത് ഭരിച്ചപ്പോഴും കൊണ്ടുവന്ന ഓരോ പദ്ധതികളുണ്ട്. UPA ഗവൺമെന്റ്, ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയുണ്ട്, രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്ത് വന്ന പദ്ധതിയുണ്ട്. ഞാൻ 3 കാര്യങ്ങൾ അടിവരയിട്ട് എപ്പോഴും പറയും, ഏത് ചർച്ചയിലും പറയും. ഭക്ഷ്യസുരക്ഷയും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും വിവരാവകാശ നിയമവും. ഇന്ന് ഈ BJP അതൊക്കെ ആവർത്തിച്ച് കൊണ്ടുനടക്കുന്നില്ലേ? ഞാൻ നേരത്തെ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ടാണ്. ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞു, പലസ്തീൻ പറഞ്ഞില്ല. ഇന്ത്യയുടെ വിദേശ നയം തന്നെയാണ്, കോൺഗ്രസിന്റെ വിദേശ നയമാണ് ഇന്ത്യയുടെ വിദേശ നയം എന്നും മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു BJP നേതാവുണ്ട് നമുക്ക്, അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം മൊറാർജി ദേശായി മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അതുവരെയുള്ള കോൺഗ്രസിന്റെ വിദേശ നയം തിരുത്താൻ തയ്യാറായില്ല. തിരുത്തത് ഇപ്പോഴാണ് നരേന്ദ്രമോദിയാ. അതിന്റെ ആ ചർച്ച വേറെ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വിദേശ നയം എന്നും അതൊരു ഉറപ്പായ വിദേശ നയമാണ്. അതിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, അന്ന് പറഞ്ഞു തന്നെ. പിന്നെ കാലാകാലങ്ങളിൽ വരുന്ന കാര്യം, ഇവർ കച്ചത്തീവ് വിഷയം എടുത്തിട്ടില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പറഞ്ഞതല്ലേ 2015 മോദി ഗവൺമെന്റ് കച്ചത്തീവിനെ കുറിച്ച് പറഞ്ഞത്? ഇവിടെ കിടക്കില്ലേ? എടുത്ത് വായിച്ചു നോക്കത് ഇല്ലേ? അപ്പൊ ഇവർക്ക് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പൊ കോൺഗ്രസിനെ അതായത് പരിഹസിക്കുക. ഞാൻ രാഹുൽ ഗാന്ധിയെ പേടിക്കുന്നു പറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയോ? ശ്രീ ഷാബു പ്രസാദെ, രാഹുൽ ഗാന്ധി നിങ്ങൾ എന്തിനാ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത്? രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിന് പോയപ്പോൾ ഇവിടെ BJPക്കാർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. തിരിച്ചു വന്നിട്ട് എനിക്ക് പറയാനുള്ള അവസരം തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി. അദാനിയുമായ വിഷയത്തെക്കുറിച്ച് രാജീവ് ഗാന്ധി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയന്നു, അദ്ദേഹത്തെ പുറത്താക്കി. ആ പുറത്താക്കിയ രാഹുൽ ഗാന്ധിയെ തിരിച്ചെടുത്തത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ആലോചിക്കേ, വയനാട്ടിലെ ജനങ്ങൾ 4.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിപ്പിച്ച രാഹുൽ ഗാന്ധിയെ പുറത്താക്കിയ എന്തിനാണ്? പേടിച്ചിട്ട്. അല്ലാണ്ട് എന്തിനാണ്? എന്തിനാ പുറത്താക്കുന്നത്? ഒരു പ്രതിപക്ഷ സ്വരം കേൾക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ആ പ്രതിപക്ഷ സ്വരം കേൾക്കാൻ തയ്യാറാവണം. പണ്ഡിറ്റ് നെഹ്റുവിനെ പോലെ, ഇന്ദിരാഗാന്ധിയെ പോലെ. മനസ്സിലായല്ലോ? ഇന്ദിരാഗാന്ധി രാമനോഹർ ലോഹിയും തമ്മിലുള്ള ആ ഒരു പ്രതിപക്ഷ പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നെഹ്റുവും അതുപോലെ തന്നെ നെഹ്റുവിന്റെ കാലത്ത് AKGയുടെ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവാകാനുള്ള ഒരു ഇതില്ലാഞ്ഞിട്ട് പോലും കമ്മ്യൂണിസ്റ്റുകാരനായ AKG എന്തിനാ പ്രതിപക്ഷ നേതാവാക്കിയത്? ജവഹർലാൽ നെഹ്റു പ്രതിപക്ഷ ബഹുമാനം കൊണ്ടാ. പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ എന്നതുകൊണ്ട് ഈ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കും എന്നതിൽ തന്നെ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് 100 ദിവസമെങ്കിലും ഇല്ലേ പാർലമെന്റ് പ്രവർത്തിക്കും, 1 വർഷം എന്ന കാര്യം ഉറപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പ്രതിപക്ഷത്തിനും സംസാരിക്കുവാനുള്ള അവകാശം കൊടുക്കും. അതിനുവേണ്ടി ആഴ്ചയിൽ 1 ദിവസം ഇല്ലേ അവരുടെ കാര്യങ്ങൾ കൂടി, പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും. അതിനായിട്ട് പ്രത്യേക യോഗം ഉണ്ടാവും. അങ്ങനെ ഒരു പ്രതിപക്ഷ അജണ്ട കൂടി ചർച്ച ചെയ്യാൻ തയ്യാറാകും. പിന്നെ ഈ സ്പീക്കറുടെ കാര്യത്തിൽ അല്ലേ, സ്പീക്കർ ഡസ് നോട്ട് സ്പീക്ക് എന്നുള്ള കാര്യം ഇല്ലേ, അത് ഉറപ്പുവരുത്തും എന്നുള്ള കാര്യം, അതായത് ന്യൂട്രൽ ആയിരിക്കണം എന്ന കാര്യം ഉറപ്പുവരുത്തും തുടങ്ങിയ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് കോൺഗ്രസിന്റെ കാലത്തേക്കുള്ള തിരിച്ചുപോക്ക് ഇല്ലേ ശ്രീ മോഹൻ വർഗീസ്? അതങ്ങനെയാണ്. കാരണം അതൊരു വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഉദാത്തമായ കൂറുമാറ്റ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതെ, കൂറുമാറ്റത്തിന്റെ കാര്യവും ഉടൻ തന്നെ അയോഗ്യരാക്കുന്നു അല്ലേ?
അപ്പോൾ ഇത് കോൺഗ്രസ് ഏറെ ഭയക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് കഷ്ടപ്പെട്ട് വിജയിപ്പിച്ചെടുക്കുന്ന എം പിമാരെ പെട്ടെന്ന് റാഞ്ചിക്കൊണ്ട് പോവുക, ഓപ്പറേഷൻ താമര അനുവദിക്കില്ല എന്നുള്ളത്. ഓപ്പറേഷൻ താമര അനുവദിക്കില്ല എന്നതാണ് യഥാർത്ഥം. അപ്പം ഈ ഒരു കാര്യത്തിനെ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഓപ്പറേഷൻ താമര എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. കോൺഗ്രസ്സിന് എല്ലാ ഘടനകളോടും പടവെട്ടി നേടിയെടുക്കുന്ന വിജയം, ആ വിജയം ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ താമരയുടെ മറവിൽ ഈ MLA-മാരും MP-മാരും കൂടുവിട്ടു പോവുകയാണ്. അത് ഒഴിവാക്കാനും അത് ഭരണഘടനയുടെ അന്തസത്തയാണ്. അതായത് ഭരണഘടന എന്നത് ഒരു വൺ ടൈം ഡോക്യുമെൻ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് നഷ്ടപ്പെടാതെ, അത് ഭരണഘടനയുടെ ആത്യന്തിക സ്പിരിറ്റ് പ്രിയാമ്പിളിലാണല്ലോ കാണുന്നത്. അവിടെയാണ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതിൽ സെക്യുലറിസം പ്രതിബന്ധം നേരിടുന്നു, ജനാധിപത്യം വെല്ലുവിളി നേരിടുന്നു. ഈ രണ്ട് കാര്യങ്ങളെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നതാണ്. സോവറിൻറ്റി എന്ന് പറഞ്ഞ പരമാധികാരം, അത് വെല്ലുവിളി നേരിടുന്നെന്ന് പറയാനാവില്ല. വിദേശത്തുനിന്നും ആക്രമണം നേരിടുന്നെന്നോ ആഭ്യന്തരമായ സുരക്ഷാ ഭീഷണി ഉണ്ടെന്നും നമുക്ക് കാര്യമായി പറയാനാവില്ല. പക്ഷെ മറ്റു കാര്യങ്ങളിൽ റിപ്പബ്ലിക്കൻ നേച്ചറിനും പരാതി പറയാനാവില്ല. പക്ഷേ ഇവിടെ മറ്റ് രണ്ട് കാര്യങ്ങൾ വളരെ വലിയ വെല്ലുവിളിയാണ്. അതാണ് ഭരണഘടനയുടെ അന്തസത്ത. അതുമാത്രമല്ല, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, പ്രിയാമ്പിളിൽ കാണുന്ന മറ്റ് തത്വങ്ങൾ അവിടെയും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. നീതി സങ്കല്പം അവിടെ വികലമാക്കപ്പെടുന്നു. തുല്യത അട്ടിമറിക്കപ്പെടുന്നു. അപ്പോൾ ഭരണഘടനയുടെ അന്തസത്ത പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഘടനാപരമായ സംവിധാനം, അവിടെയാണ് കോൺഗ്രസ് ഈ രാഷ്ട്രീയ മർമ്മം തിരിച്ചറിഞ്ഞ് പെരുമാറുന്നത്. ഇവിടെ ഭരണഘടനയുടെ അന്തസത്തയാണെങ്കിൽ പോലും ഇവിടെ ആം ആദ്മി കടന്നു വരുന്നു. ആം ആദ്മി പാർട്ടിയല്ല, സാധാരണ ജനം കടന്നു വരുന്നു. എക്കാലത്തും പാർട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡൽഹിയുടെ കാര്യത്തിലും ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം അത് കുറയ്ക്കുമെന്നാണ്. അത് കുറയ്ക്കുമെന്ന്, അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം പ്രവർത്തിക്കുക എന്ന് വരുമെന്ന് അല്ലേ ഡൽഹിയിലെ. അത് അങ്ങനെ പറയുമ്പോൾ ഇപ്പോഴത്തെ ആം ആദ്മി പാർട്ടി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ഗവർണറുടെ ഇടപെടലാണ്. അത് ഒഴിവാക്കുന്ന രീതിയിലുള്ള വാഗ്ദാനവും നൽകിയിട്ടുണ്ട് അല്ലേ. പുതുച്ചേരിക്ക് സ്റ്റേറ്റ്ഹുഡ് പദവി കൊടുക്കാം. അതും ഗവർണറാണെങ്കിലും ലെഫ്റ്റനന്റ് ഗവർണറാണെങ്കിലും കേന്ദ്രത്തിൻ്റെ കയ്യിലെ ചട്ടകമായി അത് മാറുന്നുവെങ്കിൽ അവിടെ ഫെഡറൽ തത്വം അട്ടിമറിക്കപ്പെടുന്നു എന്നതാണ്. ഇപ്പോൾ ഫെഡറലിസം എന്ന വാക്ക് ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ആ ഒരു ഫെഡറൽ സ്പിരിറ്റ് അട്ടിമറിക്കുന്നു എന്ന ഒരു സൂചനയും ഇവിടെ ഉണ്ട്. ഇതിനെല്ലാമുള്ള പരിഹാരമായി കോൺഗ്രസ് എക്കാലത്തും ടെസ്റ്റ് ചെയ്ത വിജയിച്ച ഒരു ഫോർമുലയാണ് ഈ പറയുന്ന ബാക്ക്ഫുട്ടിലേക്ക് പോയി എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുകയില്ലല്ലോ. ധീരമായ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, മുൻകാലങ്ങളിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗരീബി ഹഠാവോ എന്നത് സാധാരണക്കാരെയും അടിസ്ഥാന വർഗത്തെയും ലക്ഷ്യമാക്കിയുള്ള മുദ്രാവാക്യമാണ്. കാരണം വോട്ട് കിടക്കുന്നത് അവിടെയാണ്. ഉപരിവർഗം, വരേണ്യവർഗം എന്നത് ശതമാനമാണ്. ധൈര്യത്തോടു കൂടി, അതായത് തിരിച്ചടി ഉണ്ടായാലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള വലിയ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ. അതായത് ഈ മൃദു ഹിന്ദുത്വം ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് പോയി അങ്ങനെ ഉണ്ട് എന്നുള്ള അങ്ങനെയുള്ള വിമർശനം ഉയരുന്നുണ്ടല്ലോ കോൺഗ്രസിന് നേരെ. പക്ഷേ അത് പൂർണ്ണമായിട്ടും അങ്ങനെയല്ല. ചില ധൈര്യത്തോടു കൂടിയുള്ള ചില പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സംസ്ഥാന പദവി അത് അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ നൽകുമെന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷേ എന്തുകൊണ്ട് ആർട്ടിക്കിൾ 370 മുൻപുണ്ടായിരുന്ന അതേ അർത്ഥത്തിൽ പുനഃസ്ഥാപിക്കും എന്ന് വ്യക്തമായി പറയാത്തത് എന്തുകൊണ്ട് എന്നത് ന്യായമായൊരു ചോദ്യമാണ്. സംസ്ഥാന പദവി കൊടുക്കുമെന്നും ലഡാക്കിന് പ്രത്യേക പദവി കൊടുക്കുമെന്നും എല്ലാം പറയുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മുൻപ് 370 അനുസരിച്ച് അനുഭവിച്ചിരുന്ന പ്രത്യേക സ്റ്റേറ്റസ്, ഭരണഘടനാ സ്റ്റേറ്റസ് പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നില്ല. അപ്പോൾ അതൊരു കോംപ്രമൈസാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ പൂർത്തിയാക്കിയോട്ടെ. അടിസ്ഥാന വർഗത്തെ ഊന്നിയുള്ള പ്രചരണങ്ങളാണ് എക്കാലത്തും ഭാരതത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ കണ്ടതാണ് 2004 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനുമായി വാജ്പേയി മുന്നോട്ട് പോയപ്പോൾ ഇവിടെ കോൺഗ്രസ് കാ ഹാത്ത് ആം ആദ്മി കാ സാത്ത് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ കരങ്ങൾ ദരിദ്ര വിഭാഗത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറു ക്യാമ്പയിൻ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ വികസന ഡിബേറ്റിന് പാകമായ ഒരു മനസ്സാണോ ഭാരതത്തിന് എന്ന് എനിക്ക് ന്യായമായ സംശയമുണ്ട്. ആ മർമ്മം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അടിസ്ഥാന വർഗത്തിലേക്കും ജനകീയ വിഷയങ്ങളിലേക്കും ജാതികളിലേക്കും ഒക്കെ കടന്നു കയറുന്ന ഒരു പ്രകടന പത്രികയായിട്ട് മാത്രമാണ് എനിക്കിതിനെ കാണാനാവുന്നത്. മോദി സർക്കാർ അഴിമതി കൂടി ഉൾപ്പെട്ട അഴിമതി നിറഞ്ഞ ഒരു സർക്കാരാണ് എന്ന രീതിയിലുള്ള പ്രചാരണം വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ PM കെയർ ഫണ്ടിനെ കുറിച്ച് അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ കുറിച്ച് അന്വേഷണം നടത്തും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീ ഷാബു പ്രസാദ്. ഹലോ,
കേൾക്കാം. ഞാനിവിടെ ശ്രീകുമാർ സാറിന്റെ ചില വാദങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഈ 15 ലക്ഷത്തിന്റെ കണക്ക് അദ്ദേഹം ഇപ്പോഴും അത് ഞാൻ പറയാം ഒരു 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 എന്താണ് 100% രാഷ്ട്രീയക്കാരൻ ഒരു തെരുവ് പ്രസംഗത്തിൽ അത് പറഞ്ഞാൽ അത് എനിക്കത് മനസ്സിലാകും. പക്ഷെ ശ്രീകുമാർ സാറിനെ പോലെയുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലാത്ത ഒരാള് ഒരു ചാനലിൽ വന്നിരുന്ന് ഈ എന്താണ് ഈ തെരുവ് പ്രസംഗത്തിൽ പറയുന്ന വാചകങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ നിരാശ തോന്നുന്നു. ഈ 15 ലക്ഷം എന്താണെന്ന് ഇവിടെ ഞാൻ വീണ്ടും വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വിലയുടെ കാരണം 2004 UPA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പെട്രോളിന്റെ വില 37 രൂപയായിരുന്നു സാർ. 10 വർഷം കഴിഞ്ഞ് അവർ അധികാരത്തിൽ ഇറങ്ങുമ്പോൾ പെട്രോളിന്റെ വില 72 രൂപയായിരുന്നു. അതായത് ഇരട്ടിയുടെ 100% പെട്രോളിന്റെ വില 10 വർഷം കൊണ്ട് UPA സർക്കാരിന്റെ 10 വർഷം കൊണ്ട് വർദ്ധിച്ചു. ഈ 72 രൂപയായിരുന്ന പെട്രോള് ഇപ്പൊ 2014 76 രൂപയാണ്. 76 രൂപയായിരുന്ന പെട്രോള് ഇപ്പോൾ അത് 105 രൂപയ്ക്കാണ് കേരളത്തിൽ ലഭിക്കുന്നത്. കേരളത്തിലാണ് ഇന്ത്യയിലെ അല്ല, ഈ വാഗ്ദാനങ്ങൾ നൽകിയതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ ഷാബു പ്രസാദ്, എൻ ശ്രീകുമാർ പറഞ്ഞത് ഈ കോൺഗ്രസും UPAയും ഭരിക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ മറുവശത്ത് പ്രതിപക്ഷമായിരുന്ന BJP നൽകിയിരുന്നുവല്ലോ, ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ കുറയ്ക്കുമെന്ന്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അത് മാത്രമല്ല, കോൺഗ്രസ് ഈ പ്രകടന പത്രികയിൽ പെട്രോളിന്റെ ഡീസലിന്റെ കാര്യം മിണ്ടിയിട്ടില്ല. അവർക്കറിയാം അത് പ്രശ്നമാകുമെന്നുള്ള കാര്യം, മിണ്ടിയിട്ടില്ല. അല്ല, ഞാനത് അദ്ദേഹത്തിന്റെ വാദത്തിന് പറഞ്ഞ മറുപടിയാണ്. അദ്ദേഹത്തിനോട് പറയുന്നത് ഈ 15 ലക്ഷത്തിന്റെ കണക്കും ഈ 15 ലക്ഷം ഓരോരുത്തരുടെയും പോക്കറ്റിൽ ഇട്ട് കൊടുക്കുമെന്ന് മോദി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് ഒരു നാലാംകട രാഷ്ട്രീയക്കാരൻ അയാളുടെ തെരുവ് പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന് അത്രയും ബോധമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാം. നമ്മൾ അതിനെ ആ ഒരു സഹതാപത്തോടെ അതിനെ വിട്ടുകളെ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ എനിക്ക് വളരെ അത്ഭുതം തോന്നി. എന്തെല്ലാം കാര്യങ്ങൾ വിമർശിക്കാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനത്തെ വില കുറഞ്ഞ ഇതിലേക്കൊന്നും പോകരുത്. എനിക്ക് അങ്ങോട്ടൊക്കെ ഒരുപാട് ബഹുമാനം. പിന്നെ ഇവിടെ എന്റെ ഇതാണ് അദ്ദേഹം ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞത്. ഗരീബി ഹഠാവോ തന്നെയാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ കൊണ്ടുവന്നത്. അതെ, ആ മുദ്രാവാക്യങ്ങളിൽ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ വിജയിച്ചിരുന്നു. മുദ്രാവാക്യങ്ങളിൽ മാത്രം വിശ്വസിച്ച് പ്രവൃത്തി കാണാതിരുന്ന ആ സമയത്ത് മറ്റൊരു മാർഗം ഇല്ലാതിരുന്ന ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ UN-ന്റെ ഒക്കെ കണക്കാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ 40 കോടിയോളം ജനങ്ങളാണ് പട്ടിണിയിൽ നിന്ന് പുറത്തു വന്നത് ഭാരതത്തിൽ. 40 കോടി എന്ത് ചെറിയ കണക്കാണ്, ചെറിയ ഇതാണോ? 40 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ടോട്ടൽ ജനസംഖ്യയെക്കാട്ടിൽ വലുതാണത്. ഇവിടെ പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞാൽ ഇവിടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളൊന്നും അദ്ദേഹം കാണുന്നില്ല. ഇതിന് മുമ്പുള്ള ഒരു ചർച്ചയില് ഇദ്ദേഹം ഈ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെ പറ്റി ചോദിച്ചപ്പോൾ ഫ്ലാഗ്ഷിപ്പ് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാനാകെ കൺഫ്യൂഷനായി. ഏത് പറയണമെന്നുള്ള അറിയാൻ ഈ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഒരു 10 ഫ്ലാഗ്ഷിപ്പ് നിരന്നു പോകുന്നത് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ആ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, മുദ്രാ ലോൺ, ഈ ഞാനിപ്പോ ഇരിക്കുന്ന എന്റെ ഓഫീസ് ഒരു ഈടുമില്ലാതെ മുദ്രാ ലോണിൽ കൂടെ ഞാൻ നടത്തിക്കൊണ്ട് വന്ന് എനിക്ക് യൂണിയൻ ബാങ്കിൽ നിന്ന് കിട്ടിയ ലോണിൽ നിന്ന് ഒരു ഈട് ഞാൻ കൊടുത്തിട്ടില്ല. ആ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടിയാണ്. 5000 രൂപയ്ക്കും 10000 രൂപയ്ക്ക് തെരുവ് കച്ചവടക്കാർ ഇവിടെ ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി. ഈ രാജ്യത്ത് കഴിഞ്ഞ ഈ 10 വർഷം കൊണ്ട് ഡിസ്ബേഴ്സ് ചെയ്ത മുദ്രാ ലോണിന്റെ എമൗണ്ട് 19,000 കോടി രൂപയാണ്. 19,000 കോടി. മോദിയുടെ ഗ്യാരണ്ടി. ഒരു ഈടുമില്ല, ഒരു ഇതും കൊടുക്കണ്ട, ആധാരം കൊടുക്കണ്ട, ജാമ്യം കൊടുക്കണ്ട, മോദിയുടെ ഗ്യാരണ്ടിയിലാണ് കിട്ടുന്നത്. ഇങ്ങനെ ഈ രാജ്യത്ത് നിരവധി അതുപോലെ ഈ ഒന്നും വേണ്ട സാർ, നിങ്ങളൊക്കെ പരിഹസിക്കുന്ന ഒരു കാര്യമുണ്ട്. മോഹൻ വർഗീസ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വന്നത് കാര്യം ഇതാണല്ലോ, മോദി ഗ്യാരണ്ടിയെ നേരിടാൻ ഈ ന്യായ ഗ്യാരണ്ടിക്ക് കഴിയുമോ? ഞാനതാ തുടക്കത്തിൽ പറഞ്ഞത്. ഗ്യാരണ്ടി എന്ന വാക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ അവസരത്തിലും അനവസരത്തിലും ഏറെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. എനിക്ക് തോന്നുന്നില്ല ഇതിന് മുൻപുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഈ ഗ്യാരണ്ടി എന്ന വാക്ക് അധികം. അപ്പോൾ എവിടെയോ എന്തോ ഉറപ്പില്ലാത്തതുപോലെയാണ്. ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത് എപ്പോഴാണ്? വ്യക്തമായ ഉറപ്പില്ല എങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്.
ഇത് വേണമെങ്കിൽ തിരിച്ചും പറയാം, നല്ല ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ വിസമ്മതമില്ല എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ എവിടെയൊക്കെയോ ഒരു ചെറിയ ഇതുണ്ട്. ഇനിയും കുറച്ചുകൂടി മനസ്സുകൾ പരുവപ്പെടാനുണ്ട്. ഇന്ത്യൻ വോട്ടർമാരുടെ മനസ്സുകളിൽ ചാഞ്ചാട്ടമുണ്ടെങ്കിൽ, അതായത് ഈ രാമക്ഷേത്രം നൽകുന്ന സുഖകരമായ അനുഭവം, അതുപോലെ മറ്റ് ചില കാര്യങ്ങൾ, ജനകീയമായ ചില കാര്യങ്ങൾ, പെട്ടെന്ന് വൈകാരികമായ ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഫാക്ടർ, അത് പോരാതെ വന്നാൽ ഇതാ ഞങ്ങൾ ഗ്യാരണ്ടി നൽകുന്നു, അതാണ് മോദിയുടെ ഗ്യാരണ്ടി. അപ്പോൾ ആ ഗ്യാരണ്ടിയെ മറികടക്കാൻ തക്ക അത്ഭുതകരമായ ഗ്യാരണ്ടികൾ കൊണ്ടുവന്നില്ലെങ്കിൽ, കാരണം ഈ ഒരു മരുന്ന് ഏശാതെ വരുമ്പോൾ അതിനേക്കാൾ കടുത്ത മരുന്നുകൾ പ്രയോഗിക്കേണ്ടി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള കടുത്ത പ്രയോഗങ്ങളിലേക്ക് വരികയാണ്. ഇത് ടെനബിൾ ആണോ എന്നത് ഇവിടെ ആരും. പക്ഷേ ഇതിനപ്പുറമുള്ള ഒരു മരുന്ന് ഉണ്ടാവില്ലല്ലോ. ഇതാണ് ഒരു പരമാവധി കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കോൺഗ്രസിന്റെ കയ്യിലുള്ള, ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്നത്, അല്ലേ എൻ ശ്രീകുമാർ? അല്ല, ഇതൊരു പ്രകടന പത്രികയാണ് മഞ്ജുഷേ. കാരണം കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അദ്ദേഹം കൊടുത്ത വാഗ്ദാനങ്ങൾ, ഞാൻ ഈ 15 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ ഈ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നതന്നെ ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. അവരിപ്പോഴും പറയുന്നുണ്ട് 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ എത്തുന്ന പറഞ്ഞ് കിട്ടിയോ ചോദിക്കുന്നുണ്ട്. ഞാനും അത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണെന്നുള്ള BJP-ക്കാർ പറയട്ടെ, എനിക്കറിയില്ല എന്താണത്, അവർ പറയട്ടെ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ. ഞാൻ ഈ രാഷ്ട്രീയക്കാർ പറയുന്നതന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, അത് ഗ്യാരണ്ടിയുടെ കാര്യത്തിലാണ് പറഞ്ഞത്. കോൺഗ്രസ് കൊടുക്കുന്ന ഗ്യാരണ്ടി എന്താണ്? ഇപ്പോൾ ഇന്ന് BJP ചോദിക്കുകയാണ്, കോൺഗ്രസിന് എന്തും പറയാം. എന്തിനാ അങ്ങനെ പറയുന്നത്? എന്താണ് കോൺഗ്രസിന് എന്തും പറയാം, കാരണം അവർ ജയിക്കില്ല, അവർ അധികാരത്തിൽ വരില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ വളരെ മിനിമം കാര്യങ്ങളെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ആ മിനിമം കാര്യങ്ങളെ എന്ന് പറയുന്നത് നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ജനങ്ങളുടെ വിഷയത്തിലേക്ക് വരിക. വിവാദ വിഷയത്തിൽ പോയിട്ട് പൊള്ളി 2019 വിവാദ വിഷയങ്ങൾക്ക് പിന്നാലെ പോയി പൊള്ളിയ എങ്ങനെ? കാരണം എന്ന് വെച്ചാൽ അന്ന് BJP-ക്ക് ഗവൺമെന്റിന് വേണ്ടി പ്രചാരവേല കൈകാര്യം ചെയ്തവരുടെ മിടുക്കായിരിക്കാം അത്, അതിൽ പെട്ടുപോയി കോൺഗ്രസ്. വളരെ അതിൽ നിന്നൊക്കെ മാറി, കർണാടകത്തോടൊക്കെ മാറിയത്. ഇപ്പോൾ ഇതാ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നു. അതാ പറഞ്ഞേ, ജനകീയ വിഷയം വിവാദ വിഷയം ഏതിൽ ഊന്നൽ കൊടുക്കണം? ജനകീയ വിഷയത്തിൽ. അപ്പോൾ അതിൽ എന്താണ് വേണ്ടത്? ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രകടന പത്രികയാണിത്. പക്ഷേ കോമൺ മിനിമം പ്രോഗ്രാം വേറെ വരുന്നുണ്ട്. അത് ഇന്ത്യയുടെ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: മോദി ഗ്യാരണ്ടിയെ നേരിടാൻ ന്യായ് ഗ്യാരണ്ടിക്ക് കഴിയുമോ? കഴിയുമെന്ന് 47% പ്രേക്ഷകർ, ഇല്ല എന്ന് 51%, നിഷ്പക്ഷം 2%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്ലേ ഓഫ് ഉറപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന് വടക്ക് കിഴക്കിന്റെ മണ്ണിൽ ആവേശപ്പോര്. കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം നാളെ വൈകിട്ട് 6:30 മുതൽ News 18 കേരളത്തിൽ തത്സമയം.